ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ പാൽ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. എന്താ പറയുക, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പാടൊന്നുമില്ല, സിമ്പിളാണ്. ഒരു 10-15 മിനിറ്റുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല ഒരുപാട് ചേരുവകളുടെ ആവശ്യം അങ്ങനെ ഒന്നും തന്നെയില്ല. നമ്മുടെ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങും കൂടിയാണ്. മാത്രമല്ല നമ്മുടെ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് വെറും 3-4 ചേരുവകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പുഡിങ് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളത് ഒരു പാൻ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല, അടുപ്പത്തേക്ക് വെറുതെ വെച്ചിട്ടേ ഉള്ളൂ പാൻ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കാനൊക്കെ ആണെങ്കിലും നല്ല എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് അമുലിൻ്റെ 500 ml പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ml 2 കപ്പിനുള്ള പാൽ അത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാൽ നമ്മുടെ പാനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കാനും അതേപോലെ തന്നെ അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാട്ടോ. എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇതേപോലെ ഒരു പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് കൂടുതലുണ്ടാവില്ല, തീരെ കുറവും ഉണ്ടാവില്ല. അപ്പോൾ മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ പുഡിങ്ങിന് ചൈന ഗ്രാസ് ഒക്കെയാണ് ചേർക്കുന്നത്. അതൊന്നും വേണ്ടാതെ നമ്മുടെ കോൺഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി അത്രയും തന്നെ 1/4 കപ്പ് തന്നെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ പുഡിങ്ങിന്. നല്ലൊരു മധുരവും അതേപോലെ തന്നെ നമ്മുടെ പാൽപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെയും കൂടി അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാനില എസൻസ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. അപ്പോൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നല്ലതുപോലെ ഇളക്കി ഒട്ടും തന്നെ ആ പാൽപ്പൊടിയുടെയും അതേപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി ആ കട്ടകളൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം ഗ്യാസ് ഓണാക്കി നന്നായിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. ഇനി അങ്ങോട്ടേക്ക് കൈയെടുക്കാതെ തന്നെ വേണം ഇളക്കാനായിട്ട്. ഞാൻ ഇതേപോലെ ഒരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ആ ഹാൻഡ് വിസ്ക് ഉണ്ടല്ലോ അത് തന്നെ ഉപയോഗിച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്താൽ മതിയാവും. എങ്ങനെയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലും അതേപോലെ തന്നെ മീഡിയത്തിലും ലോയിലും വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ശരിക്കും നന്നായിട്ട് തിളച്ചത് ഇതേപോലെ ഒന്ന് കുറുകി വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും, അതിനുശേഷം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതിയാവും. കണ്ടോ, ഒരു 5-10 മിനിറ്റുള്ളിൽ തന്നെ നന്നായിട്ട് കുറുകി വരും. കാരണം നമ്മൾ ആ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കുറുകി വന്നോളും. അങ്ങനെ നന്നായിട്ട് തിളച്ച് ശരിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മുടെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു പരിവുണ്ടല്ലോ, ആ ഒരു രീതിക്ക് വേണം വരാനായിട്ട്. കണ്ടത്, ഇതാണ് ഇതിൻ്റെ കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത പാലിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നാണെങ്കിലും എന്താ ഇതേപോലെ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇത് പൊട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഞാൻ എന്താ ഇതേപോലെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ നെയ്യും കൂടി ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ നെയ്യ് പറ്റി കൊടുക്കുമ്പോൾ ഇങ്ങ് വിട്ട് കിട്ടാൻ നല്ല എളുപ്പമുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ട്രേയിലേക്ക് നമ്മുടെ ഈ പുഡിങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റായിട്ട് വരണം. ഒരു അരമണിക്കൂർ അത്രയും മാത്രം മതിയാവും. നന്നായിട്ടൊന്ന് തണുത്ത് വന്നാൽ മാത്രം മതി. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തണുത്ത് ശരിക്കും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് വെക്കുമ്പോഴാണെങ്കിലും ആ വലിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണമെന്ന് ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ആ നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇങ്ങ് വിട്ടു പോരാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ പാലും പഞ്ചസാരയും കോൺഫ്ലവറാണ് മെയിനായിട്ട് വേണ്ടത്. അതേപോലെ തന്നെ പാൽപ്പൊടിയും വാനില എസൻസും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഈ 3 ചേരുവയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. മാത്രമല്ല നമ്മൾ എടുക്കുന്ന ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും ഇതൊന്ന് തണുത്ത് വരാനുള്ള സമയവും. ഇപ്പം നല്ല കട്ടിക്കാണ് വയ്ക്കുന്നതെങ്കിൽ നല്ല കട്ടിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ച് അധികം നേരം തന്നെ തണുത്ത് വരാനായിട്ട് എടുക്കും. കുറച്ചും കൂടി വലിപ്പമുള്ള വിസ്താരമുള്ള പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പുഡിങ് ഇങ്ങനെ തണുത്ത് വരികയും ചെയ്യും. അതാ നടുക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ബദാം പിസ്തയൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കടിക്കാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്യാനാണെങ്കിലും കത്തിയാണ്ട് വെക്കുന്ന വഴി തന്നെ അതങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അത്രയും നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടാണ് നമ്മുടെ ഈ പുഡിങ് ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലങ്ങ് അലിഞ്ഞിറങ്ങുന്ന അത്രയും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല മധുരം ഉണ്ടാവും. പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പ്രത്യേകം മധുരം ഉണ്ടാവും. ഇനി പാൽപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മധുരം ഒന്ന് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.